ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ പോലീസിനെ ആകപ്പാടെ ഞെട്ടിച്ചിരിക്കുകയാണ്. എവിടുത്തെയുമല്ല, കർണാടകയിലെ പോലീസുകാരെ ഞെട്ടിക്കുമ്പോൾ അത് ഇന്ത്യ ഒട്ടാകെ ഞെട്ടുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കാം. വേറൊന്നുമല്ല, ബംഗളൂരുവിലെ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി, അദ്ദേഹം അവിടെ വർക്ക് ചെയ്തിരുന്ന 95-2014 കാലഘട്ടത്തിൽ കണ്ട കാഴ്ചകൾ, ചെയ്ത ചെയ്തികളെ കുറിച്ചാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. വേറൊന്നുമല്ല, അദ്ദേഹം അവിടെ വർക്ക് ചെയ്തിരുന്ന ആ 10 വർഷ കാലയളവിൽ 100 കണക്കിന് ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ശരീരങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായിരുന്നു എന്ന ഞെട്ടിക്കുന്ന ക്രൂരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നത്. വെളിപ്പെടുത്തുക മാത്രമല്ല, അതിന്റെ തെളിവുകളായി അദ്ദേഹം കുഴിച്ചിട്ട ശവശരീരങ്ങളുടെ അല്ലെങ്കിൽ മൃതദേഹങ്ങളുടെ ഫോട്ടോയും അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇത്രയും കാലം ഒളിവിൽ ഐഡന്റിറ്റി വരെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അവിടെ വന്നു ചേരുന്നത്. ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രമാണത്. അവിടുത്തെ ജീവനക്കാരാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ തെളിവുമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സുപ്രീം കോടതിയിലെ 2 പ്രശസ്തരായിട്ടുള്ള വക്കീലന്മാരുടെ അഡ്വക്കേറ്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം തെളിവുകൾ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശരിക്കും സൗത്ത് ഇന്ത്യ ഒട്ടാകെ മാത്രമല്ല, ഇന്ത്യ മുഴുവനും പിടിച്ച് ഉലച്ചിരിക്കുകയാണ്. അതൊരു പ്രശസ്തമായ ക്ഷേത്രത്തിലെ നടന്ന ചെയ്തികൾ. ഇതാണോ ഒരു ക്ഷേത്രത്തിന്റെ മറവിൽ നടക്കുന്നതെന്ന് ആലോചിച്ച് നമ്മുടെ നാട്ടിൽ എത്രയോ നമുക്കറിയാം, ഒരുപാട് ക്ഷേത്രങ്ങളുള്ള നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലായാലും നോർത്ത് ഇന്ത്യയിലായാലും അതൊരു വലിയ ബിസിനസ്സാണ്. പുരി ജഗന്നാഥ്, അതോടൊപ്പം തന്നെ ശബരിമല, ചോറ്റാനിക്കര, അതുകൂടാതെ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ, അത് നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, പഴനി മുരുകൻ ഇരിക്കുന്ന പഴനി, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെ എല്ലാം ലക്ഷക്കണക്കിന്, 10,000-കണക്കിന് ആൾക്കാരാണ് ദിവസവും വന്നു പോകുന്നത്. അവിടെ ഉത്സവ സീസൺ ആണെങ്കിൽ ലക്ഷക്കണക്കിന്, എണ്ണമില്ലാത്തത്രയും ഭക്തജനങ്ങളാണ് അവിടെ വന്നു പോകുന്നത്. അപ്പോൾ ഇത്തരമുള്ള പ്രശസ്തമായ അമ്പലങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അത് അത്തരത്തിലൊരു സംഭവമാണ്. വിത്ത് തെളിവ്, വിത്ത് എവിഡൻസോടുകൂടിയാണ് ആ ശുചീകരണ തൊഴിലാളിയായിരുന്ന ആ ജീവനക്കാരൻ അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്കിപ്പുറം എന്തുകൊണ്ടാണ് താങ്കൾ ഇത് ഇപ്പോൾ പറയാൻ കാരണമെന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ഉറക്കമില്ല സർ, എനിക്ക് ഉറക്കമില്ല, കുറ്റബോധം കൊണ്ട് ഞാൻ നീറിപ്പോകുകയാണ്, എൻ്റെ ഹൃദയം ഇനി പൊട്ടിത്തീരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, ഇത്രയും കാലം ഐഡന്റിറ്റി മറച്ചു വെച്ച് ജീവിച്ചത് അദ്ദേഹം പേടിച്ചിട്ടായിരുന്നു. കാരണം ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരെന്ന് പറഞ്ഞ അത്രമാത്രം സ്വാധീനവും പണവും അതിൻ്റെ എല്ലാ അഹങ്കാരവും തികഞ്ഞവരാണ്. അവർ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ക്രൂരന്മാരാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു സത്യമാണ്. ക്രൂരൻ എന്നല്ല അതിന് വിളിക്കേണ്ടത്, വേറെ എന്തെങ്കിലും വേർഡുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പേരിട്ടാണ് അവരെ വിളിക്കേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞൊരു ഏടിൽ നിന്ന് നമ്മൾ പറയട്ടെ. അദ്ദേഹം ഒരിക്കൽ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ, അദ്ദേഹം വൃത്തിയാക്കുന്നു പറഞ്ഞാൽ നേത്രാവതി നദിക്കരയിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ നേത്രാവതി നദിക്കരയിൽ ഒരുപാട് ശവശരീരങ്ങൾ വന്ന് അടിയുമ്പോഴും അദ്ദേഹം ചിന്തിച്ചിരുന്ന പലരും ആത്മഹത്യ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ചെയ്തവരാണ് ഇങ്ങനെ വന്ന് അടിയുന്നതെന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരുന്നത്. പിന്നീട് വരുന്ന മൃതദേഹങ്ങൾ അദ്ദേഹം എടുത്ത് സംസ്കരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു, ഈ മൃതദേഹങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ മൃതദേഹങ്ങൾ നഗ്നമായിരുന്നു. ചിലത് പൂർണ്ണ നഗ്നമാണ്, ചിലത് അർദ്ധനഗ്നമാണ്. ഇതിലൊക്കെ മാരകമായ പാടുകൾ, ഉപദ്രവിച്ചതിന്റെ പാടുകൾ. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം നേത്രാവതി നദിക്കരയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ഒരു സ്കൂൾ കുട്ടിയുടേതായിരുന്നു. അവൾ അർദ്ധനഗ്നയായിരുന്നു. അവൾക്ക് അടിവസ്ത്രവോ, അവൾക്ക് സ്കൂളിന്റെ താഴത്തെ അല്ലെങ്കിൽ ആ താഴോട്ടുള്ള വസ്ത്രഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിക്രൂരമായ രീതിയിൽ അവൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് ഒരിക്കൽ അടുത്ത ദിവസങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയത് ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയ ഒരു യുവതിയുടെ, 10, 18, 20 വയസ്സുള്ള ഒരു യുവതിയുടെ ഒരു മൃതദേഹമായിരുന്നു. അതും ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഭീകരവും മാരകവും ആണ് ആ ഒരു മരണം, അല്ലെങ്കിൽ ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ 1 അല്ല 2 അല്ല 100 കണക്കിന്, എണ്ണമില്ലാതെ, 100 അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം എടുത്തു പറയുന്നതാണ്, 100 കണക്കിനാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹം, ആണിന്റെയും പെണ്ണിന്റെയും ശവശരീരങ്ങൾ അടിയാറുണ്ടായിരുന്നു നേത്രാവതി നദിക്കരയിൽ. പക്ഷെ അപ്പോഴും അദ്ദേഹം കരുതിയിരുന്നത് ഇത് ആത്മഹത്യ ആയിരിക്കുമെന്നാണ്. പക്ഷേ കൂടുതലും അടിഞ്ഞിരുന്നത് സ്ത്രീകളുടെ ശവശരീരങ്ങളായിരുന്നു, അതിൽ കൂടുതലും നഗ്നങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ ചോദിച്ചപ്പോൾ, മിണ്ടിപ്പോകരുത്, പറഞ്ഞാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കി കളയുമെന്നാണ് ആ ഭീഷണി അവിടെ നിന്നുണ്ടായത്. അത് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് മനസ്സിലായി, ഇവർ വിചാരിക്കുന്ന ആൾക്കാരല്ല, പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരാണ്, അതിക്രൂരന്മാരാണ്, കണ്ണിൽ ചോരയില്ലാത്തവർ തന്നെയാണെന്ന് മനസ്സിലായി. പക്ഷേ കളിച്ച് അവർ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും കയറി കളിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയെ അവർ റേപ്പ് ചെയ്യുകയുണ്ടായി, ബലാത്സംഗം ചെയ്യുകയുണ്ടായി. അതിൽ അവസാനം അദ്ദേഹം പരാതിക്കൊന്നും നിൽക്കാതെ രായ്ക്ക് രാമാനം കെട്ടും കിടക്കയും എടുത്തുകൊണ്ട് ഐഡന്റിറ്റി പോലും, സ്വന്തം വ്യക്തിത്വത്തെ പോലും മാറ്റിക്കൊണ്ട് കുടുംബത്തോടു കൂടി നാട് വിട്ടുകളായിരുന്നു. 10 വർഷം അദ്ദേഹം വേറെ ഏതോ നാട്ടിൽ പോയി ജീവിച്ചു, സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ. പക്ഷേ അദ്ദേഹത്തിന് ഇനി മനസ്സിലായി, മനസ്സാക്ഷി എന്ന വലിയ കോടതിയെ പറ്റിക്കാൻ ഒരിക്കലും പറ്റില്ല, ഇനി മുന്നോട്ട് പോകാനാവില്ല. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം പറയുന്നത്, ഈ മരിച്ച ഇത്രയും ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല, അവരത് തീർച്ചയായിട്ടും അർഹിക്കുന്നു.
കാരണം അവർക്ക് ഒരുപാട് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന പല സാഹചര്യങ്ങളിൽ വന്നിരിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ തട്ടിക്കൊണ്ടു പോകുന്നവരായിരിക്കാം. അങ്ങനെ ഒരുപക്ഷെ കർണാടക പോലീസ് കാണാതായ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കിട്ടും. അവർ ഏത് അവസ്ഥയിലാണെന്ന് ജീവിക്കുന്നത് കിട്ടും. കാരണം 1995-നും 2014-ഉമുള്ള കാലയളവിലാണ് ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതിനും ഒരു 10 വർഷം കഴിയുന്നു. അതിനും ഇപ്പുറം പിന്നെയും ഒരു 10 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇദ്ദേഹം ഇത് പുറത്തു വന്നത്. മൊത്തം പറഞ്ഞാൽ 20 വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് ഇതിനിടയിൽ വന്നിട്ടുണ്ട്. എങ്കിലും പോലീസ് റെക്കോർഡ്സിൽ ഈ കാണാതായ ആൾക്കാരുടെയൊക്കെ ഡീറ്റെയിൽസ് എന്തായാലും ഉണ്ടാവും. അതെല്ലാം അവർ തപ്പിയെടുക്കും. എന്തായാലും കർണാടക പോലീസ് വളരെ വിദഗ്ധമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കൾപ്രിറ്റുകളെ പിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വേറൊന്നും കൊണ്ടല്ല, ഈ പറയപ്പെടുന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ ഈ പറയപ്പെടുന്ന മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യാൻ ധൈര്യപ്പെടണമെങ്കിൽ അവിടെ വരുന്ന അവിടെ വരുന്നത് കൂടുതലും ഭക്തജനങ്ങളായിരിക്കാം. ആ ഭക്തജനങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട കുട്ടികളോ യുവാക്കളോ യുവതികളോ ഒക്കെ ആയിരിക്കാം ഇതിൽ പെടുന്നത്. അല്ലാതെ അവിടുത്തെ നാട്ടുകാരാണെന്ന് തോന്നുന്നില്ല. എന്തു തന്നെ ആയാലും നിന്ന് അല്ലെങ്കിൽ വരുന്ന ആൾക്കാരെ തട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയം കൊടുത്ത് മയക്കുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി തന്നെ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ തന്നെ അവരുടെ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാം. അവരെന്തായാലും മനുഷ്യരല്ല, മനുഷ്യന്റെ രൂപമുള്ള മൃഗങ്ങൾ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് എത്രമാത്രം അവരിയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചൂടുന്നു ചെല്ലാമെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എത്രമാത്രം ധൈര്യമുള്ളവരും ആദർശശാലികളുമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാലും അത് ഏത് സംസ്ഥാനത്തെ ആയാലും ഇത് ഇന്ത്യയാണ്, ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ ബ്യൂറോക്രാറ്റ്സിന് കൺട്രോൾ ചെയ്യുന്ന ഉന്നതന്മാർ മുകളിലിരിപ്പുണ്ട്. അവിടെ പൊളിറ്റീഷ്യൻസ് ഉണ്ടാവാം, സ്വാമിമാരുണ്ടാകാം, ആത്മീയ ആചാര്യന്മാരുണ്ടാകാം. നമുക്കറിയാം ആത്മീയ ആചാര്യന്മാരെയൊക്കെ ലൈംഗിക വൃത്തിയുടെ പേരിൽ, റേപ്പിന്റെ പേരിലൊക്കെ അറസ്റ്റ് ചെയ്ത നാടാണ് നമ്മളുടെ. അതൊന്നും ഇന്ത്യക്ക് ഒരു പുത്തരിയല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നവർ ചിലപ്പോൾ ചിലപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ സിനിമാ താരമായിരിക്കാം. ഒരു പക്ഷേ ഈ മരണത്തിന് പിന്നിലെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പിടിക്കപ്പെടും എന്നതിന് നമുക്ക് ഉറപ്പില്ല. കണ്ടെത്തിയേക്കാം. പക്ഷെ അവർ സമൂഹത്തിന് മുമ്പിലേക്ക് വരുമോ വരാതിരിക്കുമോ എന്നുള്ളത് അത് നമുക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ്. നമ്മുടെ പോലീസുകാർക്ക് എല്ലാം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കുറച്ച് എൻകൗണ്ടേഴ്സ് നമുക്കറിയാം. ഹൈദരാബാദിൽ ഒരു ഡോക്ടറെ ക്രൂരമായി കൊന്നവന്മാരെ അവർ ആ നാട്ടിൽ ലോക്കൽസ് ആയിരുന്നു, അവർ വലിയ പ്രമുഖരൊന്നും ആയിരുന്നില്ല. പക്ഷേ പോലീസ് എൻകൗണ്ടറിലൂടെ കൊന്നുകളയുകയാണ് ചെയ്തത്, വെടിവെച്ച് കൊന്നുകളയുകയാണ് ചെയ്തത്. സോ അങ്ങനെ ഇവർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശസ്തമായ ക്ഷേത്രത്തിലെ ജീവനക്കാരൊരിക്കലും അവരുടെ മാത്രം കയ്യിൽ അവർക്ക് മാത്രം ഒരു ധൈര്യം ഉണ്ടാവും തോന്നില്ല. ആ ജീവനക്കാർ ചിലപ്പോൾ കാഴ്ചവെക്കുന്നതായിരിക്കാം, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അവിടുത്തെ പ്രമുഖർക്ക് കാഴ്ചവെക്കുന്നതായിരിക്കാം. എന്തിനു വേണ്ടിയാണെന്നുള്ളത് പോലീസ് ചികഞ്ഞ് കണ്ടുപിടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഇപ്പോഴെങ്കിലും ഇത് പറയാൻ തോന്നില്ല, ഒരുപാട് നല്ലത്. ഇനി പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് മരിച്ചു പോയവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നോ, ഇതിന്റെ പിന്നിൽ കൾപ്രിറ്റുകൾ ഇപ്പോഴും ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇന്നും അവർ അനുസ്യൂതം 100 അല്ല, അത് ആ എണ്ണം കൂടിക്കൂടി ചിലപ്പോൾ 10,000-കണക്കിന് സ്ത്രീകളെ ഇന്നും ധർമ്മശാലയിൽ ഈ പറയപ്പെടുന്ന മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ മറവിൽ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി കണ്ടുപിടിക്കാനുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാൻ പോകുന്നത് ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പീഡനത്തിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതോ ഇനി ഇരയാക്കാൻ പോകുന്നോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ രക്ഷപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും കാരണം ആ പോലീസും അതോടൊപ്പം തന്നെ CBI-നെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ ഇതിനു വേണ്ടി ഇറക്കി ഇതിന്റെ സത്യാവസ്ഥ, ഇതിലെ കൾപ്രിറ്റുകളെ പുറത്തു കൊണ്ടുവരണമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.